ഹലോ, ഞാനും അച്ചൂട്ടിയും കൂടി ഒരു കുന്നിൻ്റെ മുകളിൽ വന്നിരിക്കട്ടെ. നടക്കാൻ വന്നതാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഡ്യുവൽ റെക്കോർഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇതേണ്ടാ നല്ല റോഡൊക്കെ പാടത്തുകൂടി അല്ല മലയുടെ പരന്ന സ്ഥലത്ത് കൂടി റോഡ്. ഇവിടേക്ക് ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ നമ്മളത് ആ അറ്റത്തെ മലയുടെ പൊക്കത്ത് മാത്രം, അതിൻ്റെ മണ്ടയ്ക്ക് മാത്രം കുറച്ച് വെയിലുണ്ട്. അത് അവിടെ ഒരു മലേൻ്റെ കുഞ്ഞു ഭാഗം കണ്ട് അവിടെ മാത്രം കുറച്ച് വെയിലുണ്ട്. അത്രയേ ഉള്ളൂ. അയ്യോ, തണുക്കാൻ തുടങ്ങി. സൂപ്പർ തണുപ്പ്. കോട മൂടിയിട്ടേ നമ്മളിനി ഈ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് വീടെത്തണം. ഒരു കുഞ്ഞു വീടുണ്ട് അവിടെ, അത് കണ്ട. അവിടെ ഒരാൾ ബൈക്ക് നിർത്തിയിട്ട് അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് അവരുടെ വീടാ തോന്നുന്നു. എന്താ വെച്ചാൽ അറ്റം വരെ പോണോ? ഒരു ദിവസം പോയി നോക്കാം. അയ്യോ, ഒരു കശുവണ്ടി തോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് എന്താണ് നടക്കുന്ന നേലം കണ്ട കല്ലും കട്ടയാണ്. അപ്പം അതിൻ്റെ മുകളിൽ ചവിട്ടും. മയിലിക്കുട്ടീൻ്റെ കാട്ടുകോഴിക്കുട്ടീൻ്റെ ആയിരിക്കും അത്. അവിടെ ഒരു കാൽപാദം, അതായത് കാട്ടുകോഴിക്കുട്ടീൻ്റെ ആവും തോന്നുന്നു. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ തെങ്ങ്, പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട ഫെൻസിങ്. ഇത് തെങ്ങ്. ഇവിടെ ഒരു കുഞ്ഞു വീട്. പിന്നെ ആ താഴത്തേക്ക് വാഴത്തോട്ടം ഉണ്ട്. പക്ഷെ ഇവിടെ ആന വരുന്ന സ്ഥലവുമാണ്. ഇതുണ്ട ആനയ്ക്കുള്ള ഫെൻസിങ്. നല്ല തണുത്ത കാലാവസ്ഥ കേട്ടാ. ഇപ്പം തന്നെ നല്ല തണുപ്പ് തുടങ്ങി. 6 മണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെ നല്ല തണുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പതുക്കഞ്ഞിപ്പോൾ ഇവിടുന്ന് വലിയാന്ന് വിചാരിച്ച് നടക്കുകയാണ്. നല്ല സിമെൻറ്റ് റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കൂടിയാണ് അങ്ങനെ നടക്കുന്നത്. സ്പീഡ് കുറേ ഓരേ പതുക്കെ അടിവെച്ച് പോവാന്നല്ലേ പറഞ്ഞത്. സ്പീഡ് കുറവാന്ന്. സൂര്യ അവിടെ പോയി അസ്തമിച്ചു. അതിൻ്റെ ചെറിയൊരു ചുവപ്പ് കളറൊക്കെ നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഹായ്, പക്ഷികളുടെയൊക്കെ സൗണ്ട് ആകാശത്തൊക്കെ. റോഡിൻ്റെ സൈഡ് മൊത്തം പൂച്ചെടി പോലെ കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് കേട്ടാ. അതിനതാ പേര്, കമ്മ്യൂണിസ്റ്റ് അപ്പ. അടിച്ചു പൊട്ടിക്കാം. മുറിവൊക്കെ പറ്റുമ്പോൾ നീറ്റലല്ല, അതിൻ്റെ ഇല പിഴിഞ്ഞിട്ട് ആ ചാറ് അതിൽ വയ്ക്കും. ഞാൻ അവിടെ എന്താ മാൻകുട്ടി നിൽക്കുന്നു വിചാരിച്ചു. ഒന്നുമില്ല, അത് മാറാലിങ്ങനെ നല്ല വെള്ള കളറിൽ കാണുക. ആ കാണുന്നത് ഒരു റിസോർട്ടാണ്. ഇതായി കാണുന്നത് മലയുടെ മണ്ടയ്ക്കാന്ന് മാത്രം. അപ്പോൾ ഇതാ അതിലേക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. പുഴയിൽ നിന്ന് അടിച്ചിട്ട് വെള്ളം ശുദ്ധീകരിക്കുമായിരിക്കും. ആ ഫിൽറ്ററല്ലേ സാധനം. 2 ടാങ്കുണ്ട്. പിന്നെ അവിടെ അതൊരു പച്ച കളറിൽ സാധനം ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിരിക്കുന്നു. അതിൽ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അതൊരു കുളമാണ്. പടുതാ കുളമാണോ എന്നറിയില്ല, ഒരു കുളമാണ്. അപ്പുറത്താണെങ്കിൽ കശുവണ്ടീൻ്റെ തോട്ടമില്ലേ, അതുണ്ട്. പിന്നെ കുറേ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരേക്ക് ഒരു വഴി കാണുന്നുണ്ട്. പോയി നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതിൽ കൂടി നമ്മൾ കുറച്ച് ദൂരെ പോയിട്ടുള്ളൂ. പക്ഷേ ഈ നേരമായതും കൊണ്ട് വേണ്ട. ആന വന്നാൽ ഓടാനും അറിയില്ല, ഒന്നും അറിയില്ല. വാ പോവാ എന്താ നമ്മൾ റിസോർട്ട് എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കട്ടെ നമ്മൾ. അതല്ല, അത് വേറൊരെണ്ണമാണ്. അത് റിസോർട്ട് തന്നെ തോന്നുന്നു. ഇത് ഇവിടെ ഒരു കാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആരെങ്കിലും താമസക്കാരുണ്ടാവുമായിരിക്കും. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുള്ള വഴി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കും. അതാ അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഒരു പച്ചൻ കിളികൾ ഇതേ ആകാശത്ത് കൂടി പറക്കുന്നുണ്ട് കേട്ടോ. ആ മരത്തിലാണ് അവർ ചേക്കേറിയിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ കിക്കി പറഞ്ഞിട്ട് ഒക്കെ കൂടി പറക്കണ് കണ്ടു. അങ്ങനെ ഒന്നും കൂടി പറഞ്ഞാൽ നന്നായേനെ. പറക്കാവോ? പറക്കില്ല. പിന്നെ നമുക്ക് പോവാം. ഇതാ ഒക്കെ കൂടി തിരിച്ചതിക്ക് തന്നെ വന്നിരിക്കുന്നുണ്ട്. എല്ലാ പക്ഷികളും കൂടി അതിൽ തന്നെ വന്നിരുന്നു. അതാ പറന്ന് കളിക്കാൻ തോന്നുന്നു. ഇതിൽ ക്യാമറയിൽ കാണണ്ടോന്നറിയില്ല. ചെറിയ കിളികളല്ലേ, അതുകൊണ്ട് കാണണ്ടോന്നറിയില്ല. ഒക്കെ കിക്കി പറഞ്ഞിട്ട് പറക്കും. അതിൽ തന്നെ വന്നിരിക്കും.
ആ റിസോർട്ടിൻ്റെ ഇപ്പുറം ഒരു വീട് കണ്ടോ, അത് വീടാണോ റിസോർട്ടാണോ എന്നറിയില്ല. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നീളത്തിൽ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അത് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ഇങ്ങോട്ട് വന്ന വീഡിയോ തന്നെയായിരുന്നു, അതിൽ നമ്മളിത് കാണിച്ചായിരുന്നു. എന്ത് ഭംഗിയാലേ. ഇതിലൊരു ദിവസം താമസിക്കാൻ തരാമോ? ഏതോ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാണ്ട് അവിടെ തോപ്പ് നനച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ചുവന്ന ആകാശം, പിന്നൊരു വ്യൂസ് തന്നെ അടിപൊളിയാണ്. നമുക്ക് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകണം. ഞങ്ങൾ വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ 2 പൈൻ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ പൈൻ മരങ്ങളുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ കണ്ടപ്പോൾ അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. എന്താ രണ്ടെണ്ണം ഉണ്ട്, പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് 2 കൂടി ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസം തോന്നി. ഒരു ബസ് തന്നെ ഉണ്ട് അവിടെ ദൂരെ റോട്ടിൽ കൂടി ലൈറ്റൊക്കെ ഇട്ടിട്ട് അതാ ദേ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പുറം റോഡാണ്, മെയിൻ റോഡാണ്. അതായത് ഈ സ്ഥലത്തെ മെയിൻ റോഡ്. അതാണ് അപ്പോൾ നമ്മൾ ബസ് കണ്ടത്. അങ്ങനെ ബസ് പോയി. നമ്മൾ ഏകദേശം താഴേക്ക് എത്താറായി, വീടിൻ്റെ അവിടേക്ക് എത്താറായി. അപ്പം എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. മെയിൻ റോഡിൽ കയറി പോവുക തന്നെയാണ്. അപ്പം എന്നാൽ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.